തൃശൂർ മുണ്ടത്തിക്കോട് സ്ഫോടനത്തിന്റെ കാരണം തേടി വിവിധ വകുപ്പുകളുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ചൂടല്ല സ്ഫോടന കാരണം എന്നാണ് പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് സേഫ്റ്റി ഓർഗനൈസേഷൻ പെസോയുടെ പ്രാഥമിക വിലയിരുത്തൽ. പ്രാഥമിക തെളിവെടുപ്പ് പൂർത്തിയാക്കിയെന്ന് ADM അറിയിച്ചു. നാളെയും മുണ്ടത്തിക്കോട് പരിശോധനകൾ തുടരും. ഇതാണ് മുണ്ടത്തിക്കോട് പാടശേഖരം. പച്ചപ്പിന്റെ മനോഹാരിത എങ്ങും കാണാം. പക്ഷേ ഇപ്പോൾ വെടിമരുന്നിന്റെ രൂക്ഷഗന്ധമാണ്. പോലീസ്, ഫയർഫോഴ്സ്, ഫോറൻസിക് വിഭാഗം, റവന്യൂ എന്നിങ്ങനെ വിവിധ വകുപ്പുകളുടെ കൂട്ടപരിശോധനയാണ് മുണ്ടത്തിക്കോട്ടെ ദുരന്തഭൂമിയിൽ ഇന്ന് നടന്നത്. സ്ഫോടനമുണ്ടായ 200 മീറ്റർ അകലെ നിന്ന് ശരീരഭാഗങ്ങൾ രാവിലെ കണ്ടെത്തി. 2 ദിവസം കൂടി ശരീരഭാഗങ്ങൾക്കായുള്ള തിരച്ചിൽ പാടത്ത് തുടരും. വെടിക്കെട്ടുപുരയിൽ 34 പേർ ഉണ്ടായിരുന്നുവെന്ന് പോലീസ് നിഗമനം. അതെ, 34 പേര് നമ്മുടെ ഇപ്പോൾ അക്കൗണ്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഇവർ ഈ രക്ഷപ്പെട്ട ആളുകളായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ചെയ്യാൻ പറ്റുന്നതാണ്. അവർ കുറച്ചിപ്പോൾ ഷോക്ക്. അവരോട് നമ്മൾ സംസാരിക്കാൻ പോകുന്നതാണ്. അതിലേക്ക് അതിൽ ആവശ്യമുള്ള നമ്മൾ വിൽ കളക്ട് ദി ഡീറ്റെയിൽസ് ഫ്രം ദം. മോർ ഡീറ്റെയിൽസ് അവിടെ എടുക്കും നമ്മൾ. ചൂട് അപകടത്തിന് കാരണമായിട്ടില്ല എന്നുള്ളതാണ് പെസോയുടെ പ്രാഥമിക വിലയിരുത്തൽ. വൈദ്യുതി വകുപ്പിന്റെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധന കഴിഞ്ഞു. ഈ റിപ്പോർട്ടും നിർണായകമാണ്. അപകടം എങ്ങനെ സംഭവിച്ചു? അതിന് ഷോർട്ട് സർക്യൂട്ട് വഴിവെച്ചോ? ഒരുക്കേണ്ട സുരക്ഷാ ക്രമീകരണങ്ങളിൽ വീഴ്ചയുണ്ടായോ? ഉപയോഗിച്ച രാസപദാർത്ഥങ്ങൾ ഏതെല്ലാം? എന്നിവയെല്ലാം മജിസ്റ്റീരിയൽ അന്വേഷണത്തിന്റെ പരിധിയിലുണ്ട്. ക്യാമറമാൻ മാഹിൻ ജാഫറിനൊപ്പം മുണ്ടത്തിക്കോട് നിന്ന് വിപിൻ സി വിജയൻ, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.